ബാലറ്റ് വിപ്ലവത്തിലൂടെ ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റിയ കേരളം. ഏതുകാലത്തും കേരളം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വ്യത്യസ്തമായ ജനങ്ങളുള്ള സംസ്ഥാനമാണ്. അതിന് കാരണം അറിവിലും വിദ്യാഭ്യാസത്തിലും വായനയിലും എല്ലാം ഉള്ള മുന്നേറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാവണം കേരളത്തിൽ പലപ്പോഴും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളെ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും കൈവിട്ട് പുതിയ സർക്കാരുകളെ തിരഞ്ഞെടുക്കാൻ കേരളം എന്നും താല്പര്യം കാണിച്ചിട്ടുള്ളത്. ബംഗാളിൽ പോലും അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ബംഗാളിലാകട്ടെ തുടർച്ചയായി 35 കൊല്ലത്തോളം ഇടതുപക്ഷ സർക്കാരിനെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഇതര സംസ്ഥാനങ്ങളുടെ കാര്യം പരിശോധിച്ചാലും രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാലും ആവർത്തിച്ചുള്ള തുടർ ഭരണങ്ങൾ കാണാം. അപ്പോൾ തുടർ ഭരണം എന്ന സങ്കല്പം ശരിയല്ല എന്നും തുടർച്ചയായി ഭരിക്കാൻ ഒരു കക്ഷിക്ക് അവസരം നൽകിയാൽ ആ കക്ഷി ഭരണത്തിൻ്റെ ശീതളഛായയിൽ അഴിമതിയിലേക്ക് കൂപ്പുകുത്തുമെന്നും തിരിച്ചറിവുള്ള ഒരു ജനതയാണ് കേരളത്തിലെ ജനത. അതിൽ നിന്ന് വ്യത്യസ്തമായി കോവിഡ് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഒന്നാം പിണറായി സർക്കാരിന് തുടർ ഭരണത്തിനുള്ള അവസരം കേരളം നൽകിയത്. അതിനു മുമ്പ് ചരിത്രത്തിലൊരു തുടർ ഭരണം ഉണ്ടായിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്തെ സി അച്യുതമേനോൻ്റെ ഭരണം. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഭരണം രാജ്യം മുഴുവൻ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തൂത്തെറിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് CPIയുടെ സഹായത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ആ തുടർഭരണത്തെ തുടർഭരണമായി പലപ്പോഴും നമ്മുടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അംഗീകരിക്കാറില്ല. കാരണം അത് തുടർഭരണമല്ല എന്ന തരത്തിലാണ് പറയുക. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരേ മുഖ്യമന്ത്രി ഒരു തുടർഭരണത്തിൽ 2ാം വട്ടവും മുഖ്യമന്ത്രിയായ ചരിത്രം കേരളത്തിൽ ഇതാദ്യമാണ്. അങ്ങനെ സംഭവിച്ചതോടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് 2ാം പിണറായി സർക്കാർ നടത്തിയത്. കാരണം ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ള സ്ഥാനം, മാധ്യമങ്ങൾക്കുള്ള പ്രസക്തി, ഇതൊന്നും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാനാവില്ല. കാരണം ചോദ്യം ചോദിക്കാനും തെറ്റുകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തിക്കാനുമുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശം തീർച്ചയായും ഭരണപക്ഷം എത്ര മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിലും അത് അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ഒരു പ്രതിഭാസം, അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ അംഗീകരിക്കേണ്ട കാര്യമില്ല, പ്രതിപക്ഷത്തെ കേൾക്കേണ്ട കാര്യമില്ല, മാധ്യമങ്ങളുടെ വിമർശനം പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്കെതിരെ എന്ത് ആരോപണം വന്നാലും അതിന് പുല്ലുവിലയാണ്. മോദി സർക്കാരായാലും പിണറായി സർക്കാരായാലും ഇത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചു കാണുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന EMS കുറിച്ചാണ്. ഏതെങ്കിലും ഒരു പത്രത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ചെറിയൊരു വാർത്ത വന്നാൽ പിറ്റേ ദിവസം അദ്ദേഹം കാര്യകാരണ സഹിതം ആ വാർത്ത നിഷേധിക്കുമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരും കെ കരുണാകരനും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും സി അച്യുതമേനോനും എല്ലാം തന്നെ മാധ്യമ വാർത്തകൾ കാണുമ്പോൾ ശോഭിക്കുകയും പൊട്ടിത്തെറിക്കുകയും അവരുടെ വിയോജനക്കുറിപ്പുകൾ അടുത്ത ദിവസം പുറപ്പെടുവിക്കുകയും വാർത്ത സത്യസന്ധമാണെങ്കിൽ അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം രാജ്യം ഭരിച്ച മോദി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് മാധ്യമങ്ങളെ കാണാൻ പോലും കൂട്ടാക്കിയത്. മാധ്യമങ്ങളില്ലെങ്കിലും
പ്രതിപക്ഷമില്ലെങ്കിലും തങ്ങൾക്കെന്തുമാകാം, അതാണ് ജനാധിപത്യം എന്ന തെറ്റായ കാഴ്ചപ്പാടാണ് മോദി ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ ബെഞ്ചിലെ മുഴുവൻ അംഗങ്ങളെയും പോലും പുറത്താക്കിക്കൊണ്ട്, സ്പീക്കർ പുറത്താക്കിക്കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് കാലത്ത് സമ്മേളനം നടന്നത്. നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം പ്രതിപക്ഷ അംഗങ്ങൾ പേരിന് മാത്രം, വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി പാർലമെന്റ് കൂടിയ, ലോക്സഭ കൂടിയ ചരിത്രം പോലും നമുക്കുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ജനാഭിപ്രായങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് ഭരണാധികാരികളോട് പറയാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് അവർ മാധ്യമങ്ങളിലൂടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ പരിദേവനങ്ങൾ എല്ലാം പറയുകയാണ് ചെയ്യുന്നത്. അത് വായിക്കാനും കേൾക്കാനും, ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് കേൾക്കാനും, സോഷ്യൽ മീഡിയയുടെ കാലത്ത് കേൾക്കാനും നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയണം. അപ്പോൾ മാധ്യമങ്ങൾ എന്തെഴുതിയാലും അതിന് പുല്ലുവിലയാണ്, മാധ്യമങ്ങൾക്കൊരു പ്രസക്തിയുമില്ല എന്നൊരു ഭരണാധികാരി, അത് പിണറായി വിജയനായാലും മോദി ആയാലും അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അത് ഫാസിസത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. കാരണം രാജഭരണകാലത്ത് പോലും ആസ്ഥാന കവികളായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാജാവിനെ പോലും സരസമായി വിമർശിച്ചിട്ടുണ്ട്. അന്ന് അതേ ഉള്ളൂ മാർഗം, അതല്ലാതെ നേരിട്ട് എഴുതാനൊന്നും കഴിയില്ല. അങ്ങനെ എഴുതിയ സ്വദേശാഭിമാനിയെ സർ CP നാട് കടത്തിയത് നമുക്കറിയാം. സ്വദേശാഭിമാനി പ്രസ് കണ്ടുകെട്ടിയതറിയാം. വക്കം മൗലവിയെ ജയിലിലേക്ക് അയച്ചതും അറിയാം. അപ്പൊ രാജഭരണകാലത്ത് അതിനൊന്നും കഴിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുന്ന, ജനങ്ങളെ അടിമകളായി കാണുന്ന ഒരു സംവിധാനത്തിൽ നിന്ന്, ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് നാം ജനാധിപത്യ ക്രമത്തിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ത്യാഗമനുഷ്ഠിച്ചിട്ടുണ്ട്. എത്രയോ രക്തസാക്ഷികൾ നമ്മുടെ രാജ്യത്തുടനീളം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി എത്ര മനുഷ്യരാണ്, എത്ര മഹാന്മാരായ മനുഷ്യരാണ് ജീവത്യാഗം ചെയ്തത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എത്ര സഖാക്കളാണ് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത്. അങ്ങനെ അവരുടെ എല്ലാം കുഴിമാടത്തിൽ നിന്ന്, അവരുടെ എല്ലാം രക്തസാക്ഷിത്വത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഈ മനോഹരമായ കാലത്ത് നാം ജീവിക്കുന്നത്. അപ്പോൾ നാം അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ജനാഭിപ്രായത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന മനോഭാവത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വരുന്നത്. ഭരണകക്ഷിയുടെ MLA ആയ അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അഴിമതിക്കാരനായ ADGPയുമായി ചേർന്ന് കൊള്ളരുതായ്മകൾ ചെയ്യുന്നു. ചെറിയ കാര്യങ്ങളല്ല, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, മരമുറിക്ക് കൂട്ടുനിൽക്കുന്നു. അതിന് മലപ്പുറം ജില്ലയിലെ SP പോലും അവർ ആയുധമാക്കി. ഇത് പറയുന്നത് ആരാണ്? അൻവർ, PV അൻവർ എന്ന് പറയുന്ന പിണറായി ഭക്തനായ സഖാവെന്ന് ഉറക്കെ പറയുന്ന അൻവറാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം പുറത്തു വന്ന് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരോപണ വിധേയരായ ADGP അജിത് കുമാറിനെയോ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയോ പത്തനംതിട്ട SP-യെയോ മാറ്റി നിർത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പരാതി നൽകി കാത്തിരിക്കുകയാണ് അൻവർ. അൻവർ മാത്രമല്ല, അൻവറിനോടൊപ്പം ഉള്ള മറ്റൊരു MLA വളരെ ശക്തനാണ്. മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും MLA-യുമായ KT ജലീൽ. ആരാണ് KT ജലീൽ? കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുകയും മുസ്ലിം ലീഗിന് വലിയ വെല്ലുവിളി ഉയർത്തുകയും ഇടതുപക്ഷത്തേക്ക് മുസ്ലിങ്ങളെ ആകർഷിച്ച് കൊണ്ടുവരികയും ചെയ്ത ശക്തനായ നേതാവാണ് ജലീൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും
അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായി വന്ന ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ ബിന്ദുവിനോ ഒന്നും തന്നെ ജലീലിനേക്കാൾ നല്ല മന്ത്രിയാണ് എന്ന പേരെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിനോടൊപ്പം ജലീലുണ്ട്. ജലീൽ ഇന്നലെ പറഞ്ഞ ഒരു വാചകം, അദ്ദേഹവും ജലീലും കൂടി ഇരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂ എന്നാ പറഞ്ഞത്. ആലോചിച്ചു നോക്കൂ, ഉപ്പ് തിന്നവർ ആരാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, ADGP അജിത് കുമാർ. അവരിലൂടെ ഈ MLA-മാർ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും എല്ലാം പിണറായി വിജയൻ നടത്തിയ യാത്രകളിൽ CPM സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പുറമെ പങ്കെടുത്ത ഏക വ്യക്തിയാണ്, കേരളം മുഴുവൻ പിണറായിയോടൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് KT ജലീൽ. അപ്പൊ KT ജലീൽ എന്തുകൊണ്ട് ഈ സർക്കാരിനെ വിമർശിക്കുന്നു? അദ്ദേഹം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സത്യസന്ധമാണെന്നും നടപടി വേണമെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും ആവശ്യപ്പെടുന്നു. ഇതൊന്നും തന്നെ ഗൗരവമായി എടുക്കുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം? അൻവർ ലക്ഷ്യം വെക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും ADGP MR അജിത് കുമാറിനെയും മാത്രമല്ല എന്നുണ്ടോ? അൻവറിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെയാണോ? കാരണം അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ വരികൾക്കിടയിൽ വായിച്ചാൽ അങ്ങനെ തോന്നും. കാരണം വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയായി വന്ന ആളല്ല, പാർട്ടി തിരഞ്ഞെടുത്ത ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് അവസാന വാക്ക് പാർട്ടിയുടേതാണ്. പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ തനിക്ക് പിന്നിൽ ദൈവവും പാർട്ടിയുമേ ഉള്ളൂ, പാർട്ടിയാണ് അവസാന വാക്ക്, ആ പാർട്ടിക്കുപരി ആരുമില്ല എന്ന് അൻവർ പറയുകയാണ്. എല്ലാ സഖാക്കളും പറയുന്ന ഒരു വാചകമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും 15 കൊല്ലത്തോളം പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ 8 കൊല്ലത്തോളം മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെതിരെ ഒരു വിരൽ ചൂണ്ടാൻ ഉന്നതരായ CPM നേതാക്കൾ പോലും ഭയപ്പെടുന്ന കാലത്ത്, ധൈര്യപ്പെടാത്ത കാലത്ത് വിരൽ മാത്രമല്ല കൈ ഉയർത്തി ഗർജിക്കുകയാണ് അൻവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നടപടികളില്ലെങ്കിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഘട്ടങ്ങളിൽ ഇത് വലിയ പൊട്ടിത്തെറിയായി മാറും എന്നുറപ്പാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ മന്ത്രിമാരോ മറ്റു നേതാക്കളോ വന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുടെ വികാരമാണ് താൻ പ്രകടിപ്പിക്കുന്നതെന്നാണ് അൻവർ പറഞ്ഞത്. ഈ ലക്ഷങ്ങളിൽ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടുമോ എന്ന് അന്വേഷിക്കണം. എന്തായാലും അതീവ ഗുരുതരമായ ഈ ആരോപണങ്ങളുടെ മുകളിൽ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുകളിൽ 4.5 കൊല്ലം അടയിരുന്നതുപോലെ അടയിരിക്കാൻ മുഖ്യമന്ത്രി പിണറായിക്ക് ആവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.